പക്ഷെ ഞാൻ ആലോചിക്കുന്നു ഒരു പെരുന്നാൾ പോലും വേറൊരു കാസ്റ്റാ പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. എന്താണത്? എനിക്കത് വലിയ വിഷമമുള്ള കാര്യമാണ്. അതുകൂടെ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അത് അതിനകത്ത് വേറെ അത് പറയുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ട്. ഓണത്തിനുണ്ട് പത്തവധി, ക്രിസ്മസിനുണ്ട് പത്തവധി, റംസാൻ എന്തേ അവധി തരാത്ത പറയൂ സർക്കാർ. അതാണ് എന്താണെങ്കിൽ അത് പാടില്ല. അങ്ങനെ ഒരു മുദ്രാവാക്യം പണ്ടുണ്ടായിരുന്നു. എനിക്ക് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തോളം ക്രിസ്മസിനുണ്ട് 10 ദിവസം അവധി, ഓണത്തിനുണ്ട് 10 ദിവസം, പെരുന്നാളാകുമ്പോൾ 10 ദിവസം അവധിയില്ല, 2 ദിവസം അവധിയുള്ളൂ. ഇത് പറഞ്ഞപ്പോ അത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ പെരുന്നാളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നമ്മുടെ വീടുകളിലാണ് ആണ്. പക്ഷെ ഈ പറഞ്ഞ നോമ്പ് തുറയ്ക്ക് നമ്മൾ ഇത്രയും പേരെ വിളിക്കുന്നത് സംഭവം സത്യമാണെങ്കിലും അല്ല, ഇതൊന്നും ആലോചിച്ച് നോക്കും പെരുന്നാൾ. ഞാനത് പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് സങ്കടം എന്തുകൊണ്ടാണ് അങ്ങനെ. ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ഒരു ഫെസ്റ്റിവൽ ആയിട്ട്, അപ്പൊ അത്രയും കൂടെ നമുക്ക് ഫെസ്റ്റിവലിന് ഒരു സമയം കിട്ടും, എൻജോയ് ചെയ്യാനൊരു സമയം കിട്ടും. മനസ്സിലായി? അത് എനിക്ക് പലപ്പോഴും. പിന്നെ ഞാൻ ആലോചിച്ച് ഈ ലോകം മൊത്തം തലകീഴായി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ജാതിയുണ്ട്, എവിടെയും മതമുണ്ട്. അത് ഇപ്പോഴും നടക്കുന്നു. അതിന്റെ ഉദാഹരണം ഇപ്പൊ സീരിയലിൽ വരെ ജാതി ഉണ്ടെന്ന് പറഞ്ഞ കാലഘട്ടമാണ്. ഒന്ന് ആലോചിച്ച് ഗായത്രി പറഞ്ഞില്ലേ? ഗായത്രി പറഞ്ഞല്ലോ സീരിയലിൽ വരെ ജാതിയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന സിനിമയിലും ഉണ്ട്, ഇല്ലെന്ന് പറയാം. ഇതൊക്കെ ഞാൻ ഇതിന്റെയൊക്കെ വിക്റ്റിമാണ് പലയിടത്തും. ചാനൽസിൽ പോലും അതിന്റെ വിക്റ്റിമാണ് ഞാൻ. അത് തലപ്പത്തിരുന്ന ഒരു ഡയറക്ടർ അടുത്ത്, ആരാധന പേര് പറയുന്നത്, വലിയൊരു ചാനലിന്റെ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇതേപോലെ ഞാൻ ഇന്ന കാസ്റ്റാന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാത്തവരുണ്ട്. ഞാൻ അദ്ദേഹത്തിന് അപ്പോഴേ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, മെസ്സേജ് ഞാൻ ഒരു എസ് പോലെ മെസ്സേജ് കൊടുത്ത് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ ഈ കാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും, കാരണം എൻ്റെ സറൗണ്ടിൽ നിൽക്കുന്നവരെല്ലാവരും ഏത് കാസ്റ്റാന്ന് പോലും ഞാൻ ചോദിക്കാതെ, കാരണം സീരിയസ്ലി ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നവരല്ല ആക്ച്വലി മുസ്ലിം ഫ്രണ്ട്സ് ഇല്ല എനിക്ക്. കൂടുതലും മുസ്ലിം ഫ്രണ്ട്സ് ഇല്ലെന്നല്ല, ഉണ്ട്, പക്ഷെ കൂടുതലും മറ്റ് കാസ്റ്റാണ്. കാസ്റ്റ് നോക്കിയിട്ടല്ല നമ്മൾ. പിന്നെ അതൊക്കെ അങ്ങനെ നമുക്ക് പറ്റുമോ? കാസ്റ്റ് നോക്കി സൗഹൃദങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു മേഖലയാണ്. അപ്പോൾ ഒരു ചാനലിൽ തലപ്പത്തിരിക്കുന്ന ഒരാൾ, മനസ്സിലായി, അദ്ദേഹം ഇങ്ങനെ ഞാൻ ഈ കാസ്റ്റ് ആയതുകൊണ്ട്, അത് കാസ്റ്റിന്റെ പേരിൽ മാത്രം, അത് ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അതെനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അതുവരെയുള്ള വിലയും പോയി. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം ഫിഷാരുടെ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു പോയിന്റാണ്, വലിയ പോയിന്റാണ്. ഫിഷാരടി, നാദിർ ഷാ, റിമി ടോമി, 3 പേരും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഇനി വരാൻ പോകുന്ന കാലഘട്ട മതസൗഹാർദ്ദ പ്രോഗ്രാം കറക്റ്റാണ്. പിഷാരടി പറഞ്ഞ ഒരു കാര്യം വളരെ വീക്ഷണത്തോടെ അതിനും ഒത്തിരി ദൂരമില്ലാന്നാണ് പിഷാരടി പറഞ്ഞത്. കറക്റ്റ് കാര്യമാണ്, കറക്റ്റ് വീക്ഷണമാണ് നടക്കുന്നത്. കാരണം ഇതൊരു ഡാർക്ക് ഏജ് സിറ്റുവേഷൻ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന എല്ലാം അതാണ്. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ പബ്ബ് ലൈഫ് പോലും ഒന്ന് ആലോചിച്ചു. ഒരു കുഞ്ഞിന് 6 വയസ്സുള്ള മൂത്ത ഒരു മാസങ്ങളുള്ള കുഞ്ഞിനെ 1 വയസ്സുള്ള കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പോയത്. അതായത് 6 വയസ്സുള്ള ഒരു കുട്ടിയെടുത്ത് ഏൽപ്പിച്ചിട്ട് അവർ വന്നിരിക്കുന്ന പബ്ബിൽ എന്തിനാ? അവിടെ വന്നിട്ട് മദ്യപിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ എൻജോയ് ചെയ്യുന്നതൊന്നും നമുക്ക് ഒരു വിഷയമല്ല. പക്ഷെ അവിടെ ആ ഒരു കർത്തവ്യം മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അതൊക്കെ എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് വിചിത്രമായിട്ട് തോന്നുന്നു. ഇനി തലതിരിഞ്ഞ ലോകത്തൂടെ ഞാൻ നേരെ നടക്കുന്നതുകൊണ്ടുള്ള കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.